ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 41ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ മണ്ഡലകാലമായതുകൊണ്ട് നമ്മൾ ഹരിവരാസനം പാർട്ട് 1, അതായത് പല്ലവി ഭാഗം പഠിച്ചായിരുന്നു. നമ്മൾ ഇന്ന് പാർട്ട് 2 അനുപല്ലവിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒരു കമൻ്റ് ഇടുന്നുണ്ട്, പാട്ടുകൂടെ പാടുന്നത്. കാരണം എനിക്ക് ലിറിക്സ് അറിയത്തില്ല, നമ്മൾ ട്യൂണിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ പാട്ട് കേട്ട് നമ്മുടെ നോട്ട് എടുത്ത് വായിക്കുക. അപ്പം നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം അതിൻ്റെ ആദ്യത്തെ ട്യൂൺ വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് ആദ്യത്തെ ട്യൂണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് അതായത് ജി എഫ് ജി, ജി എഫ് ജി, ജി ജി എഫ് ജി, ജി എഫ് ജി, ജി 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 ജി, എ ഷാർപ്പ്, എ ഷാർപ്പ്, ജി എഫ് ജി, ജി ജി, എ ഷാർപ്പ്. അടുത്തത് സി, എ ഷാർപ്പ്, ടോപ്പിലെ സി ആണ്. സി, എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, ജി ജി എഫ്, ജി ജി എഫ്, ജി ജി എഫ്, ജി ജി എഫ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു തരാം. ജി എഫ് ജി, ജി ജി, എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, ജി ജി, എഫ്. അത് വായിക്കേണ്ടത് അതിൻ്റെ ട്യൂൺ എന്ന് പറയുന്നത് ഇതാണ് ആ ലൈൻ. അടുത്ത ലൈൻ എന്ന് പറയുന്നത് അടുത്ത നോട്ടെന്ന് പറയുന്നത് ജി. ഓക്കെ, ജി, ടോപ്പിലെ ഡി, 4 സി, ജി ഡി 4 സി, ജി ഡി 4 സി, 4 സി. അടുത്തത് ജി ഡി 4 സി, ഡി എ ഷാർപ്പ്, ഡി എ ഷാർപ്പ്, ഡി എ ഷാർപ്പ്, 5 സി, 5 സി. അപ്പം ഒന്നുകൂടെ പറഞ്ഞു തരാം. ജി ഡി 4 സി, അത് കഴിഞ്ഞിട്ട് ഡി എ ഷാർപ്പ് 5 സി. ഓക്കെ, അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ് അതിൻ്റെ ട്യൂൺ വരുന്നത്. അപ്പം അടുത്ത നോട്ട് നമുക്ക് നോക്കാം. അപ്പം അടുത്ത നോട്ടെന്ന് പറയുന്നത് ജി 5, എ ഷാർപ്പ്, എ ഷാർപ്പ് 5 പ്രാവശ്യം, എ ഷാർപ്പ് 5 പ്രാവശ്യം. അടുത്തത് ഡി സി, ഡി സി, ജി എ ഷാർപ്പ് 5 പ്രാവശ്യം, ഡി സി. ഓക്കെ, അടുത്തത് എ ഷാർപ്പ്, ജി ജി എഫ്, എ ഷാർപ്പ്, ജി ജി എഫ്. ആ നോട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം. ജി 5 പ്രാവശ്യം, എ ഷാർപ്പ്, ഡി സി, എ ഷാർപ്പ്, ജി ജി, എഫ്, എ ഷാർപ്പ്, ജി ജി, എഫ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ജി എ ഷാർപ്പ് 5 പ്രാവശ്യം,
അത് കഴിഞ്ഞ് ഡി സി, അതിട്ട് എ ഷാർപ്പ് ജി ജി എഫ്. ഓക്കെ, ആ ലൈൻ അതാണ്. അടുത്തത് അടുത്ത നോട്ടെന്ന് പറയുന്നത് ഒറ്റ രീതിയിൽ തന്നെ പോവാ. ഡി എഫ് ജി സി എ ഷാർപ്പ് ജി. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഡി എഫ് ജി സി എ ഷാർപ്പ് ജി. ഡി എഫ് ജി സി എ ഷാർപ്പ് ജി. അടുത്തത് എഫ് ഡി, എഫ് ഡി, എഫ് ഡി. അടുത്തത് ഡി 5 പ്രാവശ്യം സി, ഡി 5 പ്രാവശ്യം സി. ഓക്കെ, ആ നോട്ടെന്ന് പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി എഫ് ജി സി എ ഷാർപ്പ് ജി. ഓക്കെ, അടുത്തത് എഫ് ഡി. അടുത്തത് ഡി 5 പ്രാവശ്യം സി. അത് വായിക്കേണ്ട ഒന്നുകൂടെ കാണിച്ചു തരാം. അങ്ങനെയാണ് വായിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലാസ്റ്റത്തെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, അങ്ങനെ നമ്മൾ കുറച്ച് താഴേന്ന് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ അതിൻ്റെ ഞാൻ മൊത്തത്തിൽ ഫുൾ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അതിലെ നോട്ട് നമുക്ക് നോക്കാം. ഡി 6 പ്രാവശ്യം എഫ്, ഡി 6 പ്രാവശ്യം എഫ്, ഡി 6 പ്രാവശ്യം എഫ്, ഡി 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 6 പ്രാവശ്യം എഫ്, ഡി 6 പ്രാവശ്യം എഫ്. ഓക്കെ, അടുത്തത് ഡി സി, ഡി സി, ഡി 6 പ്രാവശ്യം എഫ്, ഡി സി. വീണ്ടും ഡി 6 എഫ്, ഡി 6 എഫ്. ഓക്കെ, അതൊന്ന് വായിക്കേണ്ടത്. ഓക്കെ, ആ നോട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഡിസ്പ്ലേയിൽ നമ്മുടെ നോട്ട് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക. അടുത്തത് ജി ജി എഫ് 5 ജി, ജി എഫ് 5 ജി, ജി എഫ് 5 ജി. ജി എഫ് 5 ജി, അതിനുശേഷം എഫ് ഡി, എഫ് ഡി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി എഫ് 5 പ്രാവശ്യം ജി, അത് കഴിഞ്ഞിട്ട് എഫ് ഡി, വീണ്ടും എഫ് 5 പ്രാവശ്യം ജി, എഫ് 5 പ്രാവശ്യം ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി എഫ് 5 പ്രാവശ്യം ജി, ജി എഫ് 5 പ്രാവശ്യം ജി, പിന്നെ എഫ് ഡി, എഫ് ഡി. അടുത്തത് എഫ് ഡി, അത് കഴിഞ്ഞിട്ട് എഫ് 5 അല്ലെങ്കിൽ 6 പ്രാവശ്യം ജി. വായിച്ച് നോക്കി നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പം അതൊന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അടുത്തത് എ ഷാർപ്പ്, എ ഷാർപ്പ് ജി, എ ഷാർപ്പ് 5 പ്രാവശ്യം. എ ഷാർപ്പ് ജി, എ ഷാർപ്പ് ജി 5 പ്രാവശ്യം എ ഷാർപ്പ്, എ ഷാർപ്പ് ജി 5 പ്രാവശ്യം എ ഷാർപ്പ്. അത് കഴിഞ്ഞിട്ട് ജി എഫ്
അടുത്ത ജി എഫ്, ജി എഫ്, അടുത്ത ജി 5 5 6 പ്രാവശ്യം എ ഷാർപ്പ്, ജി 6 പ്രാവശ്യം എ ഷാർപ്പ്. ഓക്കെ, ഒന്നുകൂടെ നോട്ട് പറഞ്ഞു തരാം. ജി എ ഷാർപ്പ്, ജി 5 പ്രാവശ്യം എ ഷാർപ്പ്, അടുത്തത് ജി എഫ്, അടുത്തത് ജി 6 പ്രാവശ്യം എ ഷാർപ്പ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഭാഗം. സി, സി എ ഷാർപ്പ്, സി 5 പ്രാവശ്യം, സി എ ഷാർപ്പ്, സി 5 പ്രാവശ്യം, സി എ ഷാർപ്പ്, സി 5 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് എ ഷാർപ്പ് ജി, എ ഷാർപ്പ് ജി, എ ഷാർപ്പ് ജി, എ ഷാർപ്പ് ജി. അത് കഴിഞ്ഞിട്ട് എ ഷാർപ്പ് 6 പ്രാവശ്യം സി, 6 എ ഷാർപ്പ് 6 പ്രാവശ്യം സി. ഓക്കെ, ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. ഇനി ലാസ്റ്റ് ഭാഗം. എ ഷാർപ്പ് 5 സി, എ ഷാർപ്പ് 5 സി, എ ഷാർപ്പ് 5 സി, എ ഷാർപ്പ് 5 സി. അങ്ങനെ വായിച്ച് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഭാഗം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ശരണമയ്യപ്പ എന്നുള്ള ഭാഗം. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും തരും, നമ്മൾ പയ്യെ തരുള്ളൂ. എന്നാലും നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ നൽകി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ളവർക്ക്, ഫാമിലി, അങ്ങനെയുള്ള എല്ലായിടത്തും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരുവാനും പഠിക്കുവാനും സാധിക്കുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. Thank you.